ഇവിടെ ആരുമില്ല, എല്ലാവരും അപ്പുറത്തെല്ലാം പണിത്തിരക്കില്ല. നാളെ ഞാൻ വരും. 11 മണിക്കല്ലേ വരണ്ടേ? അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും കള്ളത്തരം പറഞ്ഞിറങ്ങും അവിടുന്ന്. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ ഇങ്ങനെ ഫോണ് വിളിച്ചിരിക്കുന്നേ. ഞാനേ പല ആൾക്കാരെ വിളിക്കും. ചേച്ചി അതെല്ലാം നോക്കേണ്ട കാര്യം എന്താ? ചേച്ചിന്റെ ഫോണിലൊന്നും അല്ലല്ലോ വിളിക്കുന്നത്, ഞാൻ എന്റെ ഫോണിലല്ലേ വിളിക്കുന്നത്. എന്നെ ആരൊക്കെ വിളിക്കണം, ഞാൻ ആരൊക്കെ വിളിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാണ്ട് ചേച്ചിയല്ല. നിർത്തടി. എന്ന് മുതൽ ഇനി എന്നോട് ഇങ്ങനെ തർക്കുത്തരം പറയാൻ തുടങ്ങിയ? വലിയ ആളായി പോയി തോന്നുന്നുണ്ട് എനിക്ക്. ചേച്ചി ഇനി എന്നെ ഭരിക്കാനോ എന്റെ കാര്യങ്ങളിൽ തലയിടാനോ വരേണ്ട ആവശ്യമില്ല. എനിക്കിപ്പൊ 4 ശമ്പളമുള്ള അന്തസ്സുള്ള ജോലിയുണ്ട്. എപ്പോഴാടി ഇനി പറയുന്ന ജോലിയും കൂലിയല്ല എനിക്ക് ഉണ്ടായത്? എന്റെ വിയർപ്പിന്റെ അധ്വാനം കൊണ്ടല്ലേ ഇനി പറയുന്ന 4 ശമ്പളം എനിക്ക് ഉണ്ടായത്? തുടങ്ങിയ നേരം വെളുക്കുമ്പോ രണ്ടും കൂടിയോ കീരിയും പാമ്പും കളിക്കും പോലെ എന്തിനാടോ ഇതിന്റെ പ്രശ്നം? അമ്മ കേട്ടിന് ഓള് പറഞ്ഞത് ഓക്ക് ശമ്പളായി ജോലിയായി, അതുകൊണ്ട് ഓളെ കാര്യത്തിലൊന്നും ഇനി ഞാൻ ഇടപെടണ്ടെന്ന് ഓള് പറയുന്നേ. അതെന്താ അതിനോള് പറഞ്ഞ ശരിയെന്നല്ലേ? അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? പിന്നെ ഇന്നെ പഠിക്കാൻ വിട്ട സമയത്ത് ഇനി പഠിക്കണേനു. ഇനി പഠിക്കാത്തത് കൊണ്ടല്ലേ ആരാന്റെ അടുക്കളയിൽ പോയിട്ട് ഈ ജോലി എടുക്കണ്ടേ വന്നേ. ഓളെ പഠിക്കാൻ വിട്ട സമയത്ത് ഓള് പഠിച്ച് ഓളൊരു ജോലിയും വാങ്ങി. അതുകൊണ്ട് ഓള് പറഞ്ഞാൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അമ്മേനോടായാലും ഇവളോടായാലും എനിക്ക് ഒരു കാര്യ പറയാനുള്ളൂ, വന്ന വഴി മറക്കരുത് രണ്ടാളും. അല്ല, നീ എന്നാ പറഞ്ഞു വരുന്നേ? മനസ്സിലാവാത്തോണ്ടാ. അമ്മ എന്നാ പറഞ്ഞത് എനക്ക് പഠിക്കാൻ മടിയായതുകൊണ്ടാ ഞാൻ അടുക്കള ജോലിക്ക് പോയെന്നല്ലേ. ഇപ്പൊ പഴയ അലമാരയിലെ എന്റെ SSLC ബുക്ക് ഉണ്ട്. അമ്മ അതൊന്നും എടുത്ത് നോക്കണം. ഞാൻ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തല്ലേ അച്ഛൻ നമ്മളെ വിട്ടുപോയത്. അന്ന് എനിക്ക് 15 വയസ്സ്, ഇവക്ക് 11 വയസ്സ്. ഞാളെ രണ്ടാളെയും നോക്കുവാൻ വേണ്ടിയിട്ട് അന്ന് അമ്മ അടുക്കള ജോലിക്ക് പോയപ്പോ ശ്വാസം മുട്ടും വലിവും വന്നിട്ട് അമ്മക്ക് ജോലി എടുക്കാൻ പറ്റാണ്ടായോണ്ടല്ലേ എനിക്ക് എന്റെ പഠിപ്പ് പകുതിയിൽ നിർത്തി ജോലിക്ക് പോകേണ്ടി വന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ കുടുംബത്തിന്റെ ഭാരം മൊത്തം എന്റെ തലയിലല്ലേ. എന്നിട്ട് അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച അമ്മയും കൂടി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. അതെനിക്ക് സഹിക്കാൻ പറ്റൂല. അതങ്ങനെ തന്നെയാ. എല്ലാ കുടുംബത്തിലെ മൂത്ത ആള് തന്നെയാ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിങ്ങനെ വലിയ കാര്യത്തിൽ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതേടി ഇനി പറഞ്ഞത് ശരി. എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഇതുപോലെ മെഴുകുതിരി പോലെ കത്തിത്തീരുന്ന ഒരു ജന്മം. പിന്നെ എന്നെ ഇപ്പം വിളിക്കുന്നത് പോലെ ഞാൻ വിചാരിച്ച എന്നെ വിളിക്കാനും ആളുണ്ടാവുമേനോ. പക്ഷെ അതൊന്നും വേണ്ട. എന്റെ കുടുംബാണ് എനിക്ക് വലുത് എന്ന് വിചാരിച്ച് ജീവിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഒറ്റ തടിയായി ഇവിടെ നിൽക്കുന്നേ. ആര് പറഞ്ഞടി നിന്നോട് ഇങ്ങനെ ഒറ്റ തടിയായിട്ട് നിക്കാൻ വേണ്ടി? നിനക്കും ആരുടെയെങ്കിലും കൂടെ പോകത്തില്ലായിരുന്നോ? വെറുതെ ഞങ്ങൾക്ക് ശല്യമായിട്ട് നിൽക്കുന്നതിലും നല്ലതേ നീ ആരുടെയെങ്കിലും കൂടെ പോകുന്നതായിരുന്നു. ഇനിയും നിന്റെ കണക്ക് പറച്ചിൽ കേട്ട് നിൽക്കാൻ എനിക്കിവിടെ ആവൂല. നോക്കിന്നും പറഞ്ഞിട്ട് കണക്ക് പറച്ചിൽ കേട്ട് ഞാൻ മടുത്തു. എന്നെ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഞാനങ്ങ് പോകുന്ന. ഞാൻ വിളിച്ചിട്ടുണ്ട്, അവൻ എന്നെ സമാധാനമല്ല എന്റെ മോളെ ഇറക്കി വിട്ടിട്ട്. ഇന്റെ കണക്ക് പറച്ചിൽ കേട്ടിട്ടല്ലേ ഓളിങ്ങനെ പോന്നേ? ഞാൻ പറഞ്ഞിട്ട് അമ്മ ഓളിപ്പോ ഇവിടുന്ന് ഇറങ്ങി പോവാൻ തീരുമാനിച്ചത്. ഇപ്പൊ ശരിക്ക് തോറ്റതാരാ? ഞാൻ തന്നെ അല്ലേ? തോൽപ്പിച്ചറിഞ്ഞില്ല നിങ്ങൾ രണ്ടാളും കൂടി എന്നാ.